ஒரு சூற காத்து ஊற பார்த்து போகுது, மனசெல்லாம் பூத்து வானம் பார்த்து ஏறுது. ஒரு சூற காத்து ஊற பார்த்து போகுது, மனசெல்லாம் பூத்து வானம் பார்த்து ஏறுது. பல குயிலு கூவுது, ஒரு மயிலு ஆடுது, ஒரு வானவில்லு தேடி வந்து பவுடர் பூசுது. ஒரு கதவு திறக்குது, புது வழிகள் பிறக்குது, வயசான சிங்கம் ஜீன்ஸ் போட்டு டான்ஸ் ஆடுது. அட நாடி துடிக்குது, புது வேகம் பிறக்குது, அட பழைய ரத்தம் பத்தி எரியுது கொதிக்குது. ഹായ് ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ നൈറ്റ് ലൈഫ്. ഇത് ആക്ച്വലി ഞാൻ ലാസ്റ്റ് വെച്ചിരുന്ന പ്ലാനാണ്, പക്ഷെ നമുക്ക് ഈ ഇടയിലിടാൻ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നൈറ്റ് ലൈഫ് എടുത്ത് രണ്ടാമത്തെ ദിവസം ഇട്ട്. ഇത് നൈറ്റ് ലൈഫിൽ ഞാൻ മാത്രമല്ല, കണ്ട് ദിവനും ഉണ്ട് എൻ്റെ കൂടെ. എനിക്ക് മൈക്കില്ല തൽക്കാലം. ആക്ച്വലി ഇവൻ ജോലി കഴിഞ്ഞ് നേരെ വീട്ടിൽ കയറി വന്നു ഞാൻ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ പറഞ്ഞ് എൻ്റെ കൂടെ വരണുണ്ട്. അതെ, നൈറ്റ് ലൈഫ് ആണ് 5:30 ഇറങ്ങി. 5:30 ഇറങ്ങണ്ടേ നമ്മൾ അപ്പോൾ. ആക്ച്വലി നിങ്ങൾ നൈറ്റ് ലൈഫ് കാണാൻ ചെന്നൈയിൽ വന്നിട്ട് നൈറ്റ് ലൈഫ് കാണാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഞങ്ങൾ വന്ന് നിന്നതിൻ്റെ ഒന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ വലിയ ബ്ലോക്കില്ലായിരുന്നു എന്ന്. രാവിലെ സമയത്ത് വലിയ ബ്ലോക്കില്ല, പക്ഷേ രാത്രി സമയത്ത് നല്ല ബ്ലോക്കാണ്. ഞങ്ങൾ വന്ന ബസ്സിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഞങ്ങൾക്കൊരു 4 സ്റ്റോപ്പ് മുമ്പാണ് സീറ്റ് കിട്ടുന്നത്, 4-5 സ്റ്റോപ്പ് മുമ്പാണ് സീറ്റ് കിട്ടുന്നത്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ബസൻ നഗറിലോട്ടാണ് വന്നത്. ആക്ച്വലി നമ്മൾ ബസൻ നഗർ എത്തി, പക്ഷേ ഇതിൻ്റെ കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാം. നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലം കാണിച്ചു തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്ഥലം ഓർമ്മയുണ്ടോ എന്ന് നോക്കണേ. ഈ സ്ഥലം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മളൊരു 5 സെക്കൻഡ് സമയം തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് ബാക്കി വീഡിയോ കണ്ടോ. 1 2 3 4 5. ഓക്കെ, യുവർ കൗണ്ട് ഡൗൺ തീർന്നു. ഇനി അടുത്ത എനിക്ക് ഇതിനെ കുറച്ച് വലുതായിട്ട് അറിഞ്ഞൂടാ, ഇവൻ പറഞ്ഞു തരും. അടുത്ത് എൻ്റെ ഉച്ചയ്ക്ക് പറഞ്ഞോ. ഇതൊന്ന് ആക്ച്വലി മൈക്ക് വെച്ചിട്ട് പറയാം, മൈക്കല്ലേ കൈയിരിക്കണത്. വയറെടുത്ത് വെച്ചിട്ട് പറയാം. ഞാൻ ഇനി തിരുവണം. ഇത് വന്ന് നാടോടിക്കാറ്റ് സിനിമ എടുത്ത സ്ഥലമാണ്. ഓക്കെ, അതായത് നമ്മൾ മറ്റേ നാടോടിക്കാറ്റ് സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടെ നമ്മൾ മറ്റേ ബോട്ട് അതിൽ വന്ന് ഇറങ്ങിയിട്ട് കപ്പലിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഇതിന് ചുറ്റും കിടന്ന് ഓടും. ചുറ്റുമാണ് കിടന്ന് ഓടുന്നത്. ആക്ച്വലി ഈ ബീച്ച് ഫേമസ് ആവാൻ കാരണം നമ്മൾ മലയാളികളാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വലുതായിട്ട് മലയാളികൾ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും എന്തായാലും മലയാളിയായിട്ടുണ്ട്. പണവും ബടാബവും നമുക്കുണ്ടിനാ സൈറ്റുണ്ടല്ലോ സൈറ്റിൽ പണയുണ്ടല്ലോ. മിക്കവാറും എനിക്ക് തോന്നണേന്ന് വെച്ചാൽ നമ്മൾ ഇനി തൊട്ട് തിരുവനന്തപുരത്ത് വലുതായിട്ട് ബീച്ച് കാണുമെന്ന് തോന്നുന്നില്ല. കാരണം ശംഖുമുഖം ഏകദേശം തീരാറായി. അതായത് ശംഖുമുഖത്ത് ഇപ്പോൾ ഇറങ്ങാൻ പറ്റൂല. ഞാൻ ഒരു 3-4 തവണ പോയായിരുന്നു. ഒരു തവണ ഞാൻ എൻ്റെ മറ്റേ ഓടണ വീഡിയോ ഇട്ടപ്പോൾ 15 കിലോമീറ്റർ നടക്കണ ആ ഒരു വീഡിയോ ഇട്ടത്. അത് കഴിഞ്ഞിട്ടല്ലാതെ ഞാൻ വേറെ എന്തോ ഒരു ആവശ്യത്തിന് പോയി. ആദ്യം പോയതിനെക്കാട്ടിയും കൂടുതൽ ഭാഗം ഇപ്പോഴും അവർ വേറെ എന്തിനോ വേണ്ടി എടുത്തിരിക്കുകയാണ്. കടൽ അങ്ങും നമ്മൾ ഇവിടെ നിന്ന് വേണം, ഏകദേശം ഈ ഒരു ദൂരമുണ്ട് കടൽ. അവിടെ ആ വെള്ള ബോർഡ് ഉണ്ട്, ആ വെള്ള ബോർഡ് കഴിഞ്ഞ് അപ്പുറത്താണ് കടലുള്ളത്. ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ. ഏകദേശം അത്രയും ദൂരം ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഇപ്പോൾ ശംഖുമുഖത്ത് മറ്റേ ഇതുള്ളത്, നിൽക്കാൻ പറ്റത്തുള്ളൂ. അവിടെ നിന്നേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ആർക്കും കടലിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. മിക്കവാറും തിരുവനന്തപുരത്തോട്ടുള്ള കടൽ കാണണമെങ്കിൽ പിന്നെ അങ്ങോട്ട് എവിടെയെങ്കിലൊക്കെ പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പോൾ പോകാൻ പറ്റിയത് കണ്ണാന്തുറ ബീച്ചിൽ പോകാൻ പറ്റും. വാട്ട് ഹാപ്പൻസ്? കണ്ണാന്തുറ ബീച്ചിൽ പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു വേളി ബീച്ചിൽ പോകാം. പിന്നെ കോവളം ബീച്ചിൽ പണ്ട് ഇവന്മാർ ഇറങ്ങാൻ സമ്മതിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറേ കാര്യമായി. വേളിയിൽ ഇപ്പം എനിക്ക് വേളിയിലെ അവസ്ഥ ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. വേളിയിൽ നമ്മൾ മറ്റേ ഇതൊക്കെ വന്നതിന് ശേഷം മറ്റേ എന്താ ഇതൊന്നുമല്ല, പോർട്ടൊക്കെ വന്നല്ലോ. അത് വിഴിഞ്ഞത്താണല്ലേ? അപ്പം വിഴിഞ്ഞത്ത് ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. വേളിയിൽ നമുക്ക് ഇറങ്ങാം, അപ്പോൾ പേടിക്കാം. നീ ലാസ്റ്റ് എന്നായിരിക്കും കടൽ തീരത്ത് വന്നത്? ഞാൻ മാർച്ചിലോ എന്തോ മഹാബലിപുരത്ത് പോയിരുന്നു. അവിടെ കടലിൽ ഇറങ്ങി, മറ്റേ ഷോർട്ട് ടെമ്പിളിൻ്റെ ബാക്കിലുള്ളത്. ഓ, ഞാൻ ആക്ച്വലി അന്ന് ഞാൻ പറഞ്ഞല്ലോ ശംഖുമുഖത്ത്
അന്നാണ് ഞാൻ പോയത്. അതിന് മുമ്പ് ഞാൻ ശംഖുമുഖത്ത് പോണത്, അതിന് മുമ്പ് ഞാൻ കടലിൽ പോണ എന്നാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കഴിഞ്ഞ തവണ അവിടെ നീ പറഞ്ഞ ആ ഇതിൽ പോയാട്ടാ, കടലമ്മ കള്ളിന്ന് എഴുതി വെച്ച്, മറ്റേ തിരവൊന്ന് വായിക്കാമെന്ന് അറിയണമല്ലോ, അത് എഴുതി വെച്ച് കടലമ്മ ഇള്ള എഴുതിയപ്പോ തന്നെ വന്ന് വള്ളിയിടാൻ പോലും സമ്മതിച്ചില്ല. ഞാൻ വിചാരിച്ച് തമിഴ്നാട്ടിലുള്ള കടലല്ലേ, മലയാളം അറിഞ്ഞൂടെന്ന് വിചാരിച്ച്. കയ്യിലുള്ള ഒന്നും പോവല്ലേ, അയ്യോ പോവല്ലേ. ഓക്കെ. സീൻ നല്ല അദ്ദേഹം. നമ്മൾ കുറച്ചു നേരം കടൽ തീരത്ത് കളിച്ചിട്ടൊക്കെ വരാം, എന്തരാവോന്ന് പറഞ്ഞോളാം. പക്ഷേ അല്ല, നമ്മൾ അങ്ങോട്ടൊന്നും സമ്മതിക്കില്ലല്ലോ. ഇപ്പം നമ്മള് കടലിന്റെ ഒരുപാട് അങ്ങോട്ട് പോകാനും. ബാക്കിലോട്ട് വന്നോ. നല്ല തണുത്ത വെള്ളക്കായി, ആ ഒരു രസം. ഇവിടത്തെ ചൂടിന് ഇവിടെ രാവിലെയൊക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ്. ഇന്ന് രാവിലെയാണ് ഞാൻ ഫുള്ള് കിടന്ന് ഉറക്കമായിരുന്നു. അതുകൊണ്ട് ചൂട് എന്നുവെച്ചാൽ നമ്മള് തിരുവനന്തപുരത്തേക്കെന്ന് വെച്ചാൽ ഏറ്റവും ഹൈ ആണ് 32. ഇവിടെ ഏറ്റവും മിനിമം 32 ആണ്. ഉച്ചക്കൊക്കെ 36, 38. ചില സമയമൊക്കെ 40 വരെയൊക്കെ പോയിട്ടുണ്ട്. ദുബായിനെയൊക്കെ വെട്ടിച്ചിട്ടുണ്ട് ഇവിടെ. അതായിരിക്കും മിക്കവാറും, അതുകൊണ്ടായിരിക്കും, ഉറപ്പാണ്. കേസ് ക്ലോസ്ഡ് ഗൈസ്. നമ്മളെ ദാസനെയും വിജയനെയും ഗഫൂറൊക്കെ പറ്റിച്ചതിന് കാരണം ഇതാണ്. ദുബായിനെക്കാട്ടിയും ചൂടാണ് ഇവിടെ ചെന്നൈയിൽ. അതുകൊണ്ട് അവര് ദുബായിൽ കിടന്ന് കഷ്ടപ്പെടരുത് എന്നുള്ള ഗഫൂർക്കയുടെ ആ ഒരു സ്നേഹം, ആ സ്നേഹമുള്ള മനസ്സ് അവര് കണ്ടില്ല. അതാണ് പ്രശ്നം. അതായത് ഗഫൂർക്ക് അവര് വെറുതെ ദുബായി കിടന്ന് കഷ്ടപ്പെടേണ്ട, ആ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടേണ്ട എന്നുള്ള. അത് തന്നെ. ഈ അടുത്താകുമ്പോൾ അവർക്ക് കേരളത്തിലോട്ട് വഞ്ചി തുഴഞ്ഞോ അല്ലെങ്കിൽ ട്രെയിൻ കയറിയൊക്കെ പോവാമല്ലോ. ഗഫൂർക്കയുടെ മനസ്സ്, ഗഫൂർക്ക് യെസ്, അയാളൊരു ദൈവമാണ്, ദൈവം. അപ്പോൾ ഗഫൂർക്കൊക്കെ ഒരു തംസപ്പ്. നമ്മളിനി ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എങ്ങോട്ടേക്കൊക്കെ പോയിട്ട് വരാം. നമ്മൾ കടൽ കണ്ട് തിരിച്ചിറങ്ങിയതാണ്. അപ്പോഴിതാ ഇവനൊരു ഡൗട്ട്, അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. പറഞ്ഞോ. അതായത് ഈ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം വലിയ കടലിലോട്ട് വരുന്നതായിരുന്നു. അപ്പൊ ഈ പുഴ വെള്ളം പച്ചവെള്ളമാണല്ലോ, ഈ കടലുള്ള ഉപ്പ് വെള്ളമാവുമല്ലോ. അപ്പൊ ഇതിനിടെ കാരണം ഈ പുഴവെള്ളത്തിൽ ഉപ്പ് ചേർക്കണം. ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ കമന്റിൽ അല്ലെങ്കിൽ ഇവന്റെ ഇൻബോക്സിൽ പോയി ചീത്ത വിളിച്ചാലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെയല്ലേ വന്നത്. എവിടെന്ന് അല്ല, നമ്മൾ ഇത് കണ്ട് ഇങ്ങനെയല്ലേ വന്നത്, ഇതിന്റെ നേരെയല്ലേ വന്നത്. അതിന് നേരെ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ? അല്ല, അതിങ്ങനെ നേരെ പോയാലോ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റുമോ? ഇങ്ങനെ പോകാൻ പറ്റില്ല. നമ്മൾ വീണ്ടും ഇത്രയും നടന്നു വരണ്ട്. പണ്ടുണ്ടല്ല, ഞാൻ കൊച്ചിലെനിക്ക് മറ്റേ ഈ ഏതെങ്കിലുമൊക്കെ കടലിൽ പോകുമ്പോഴേ അവിടുത്തെ മണൽ പറക്കിക്കൊണ്ട് ഇങ്ങനെ ഡെപ്പിയിലിട്ട് വയ്ക്കണ ശീലം ഉണ്ടായിരുന്നു. അത് എന്തൊരു കുഴപ്പമെന്ന് എനിക്കറിയാം. ഭയങ്കര വല്ല ചെറിയ ഡെപ്പിയിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുമായിരുന്നു പണ്ട്. അത് വീട് മാറിയപ്പോൾ അച്ചെടുത്ത് കളഞ്ഞു. നമ്മൾ ആക്ച്വലി ബസന്റ് നഗർ ബീച്ചിൽ ഇതേപോലെ കുറേ സ്ട്രീറ്റ് പോലത്തെ സംഭവമുണ്ട്. ഇതാണ് ആക്ച്വലി ഇവിടെ ബസന്റ് നഗർ. നമ്മൾ അവിടെ നിന്ന് കയറും, ഇങ്ങനെ പോയി അങ്ങ് അറ്റം വരെ എന്തൊക്കെയുണ്ട്. ആക്ച്വലി അതേപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അതാണ് ആക്ച്വലി ബസന്റ് നഗർ. എന്നെ ആക്ച്വലി ഫേക്ക് ചെയ്തത്. ട്രിവാൻഡ്രത്തൊക്കെ സാധനം നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമല്ലേ, അതല്ല ഇവിടെ നൈറ്റ് ലൈഫ്. നൈറ്റ് ലൈഫിന് വ്യത്യാസമുണ്ട്. അല്ല, നിന്നെ പെട്ടെന്ന് കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ഈ മാനവീയവും അതേപോലെ അത് ഉദ്ദേശിച്ച് വരുന്നവരാണെങ്കിൽ അവർക്കിത് ശരിയാവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടെ കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട്. നിങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഗേൾ ഫ്രണ്ടായിട്ടൊക്കെ പറഞ്ഞവർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് വരാം. അതായത് നിങ്ങളിവിടെ ശല്യം ചെയ്യാൻ ആരും വരില്ല. ഒരു 10-11 മണി 11:30 വരെയൊക്കെ ഇവിടെ കയറാൻ പറ്റും നിങ്ങൾക്ക്. അതായത് അതിന് ശേഷം പോലീസൊന്ന് ഓട്ടിച്ചു വിടും. അതുവരെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും നിങ്ങളുടെ ഗേൾ ഫ്രണ്ടായിട്ടൊക്കെ ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ആക്ച്വലി നമ്മുടെ നാട്ടിൽ മറ്റേ ഉത്സവം ഇതൊക്കെ വരുമ്പോൾ മറ്റേ ബലൂൺ വെടിവെക്കണതും പരിപാടിയിലൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ നാട്ടിൽ 100 രൂപ 150 രൂപയാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ 50 രൂപയുള്ളൂ. അത് ആക്ച്വലി വില കുറവാണ്. പിന്നെ കുറേ ഫുഡ് സ്പോട്ടുണ്ട്. നിങ്ങൾ നല്ല കിട്ടില്ല ഫുഡി ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കടകളുണ്ട്. അത്യാവശ്യം നല്ലല്ലോ, മിക്കവാറുമുള്ള എല്ലാ കടയും അത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ടും പറ്റിയൊരു സ്ഥലമാണ്. നല്ല കിട്ടില്ല ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട്. 50 രൂപ തൊട്ട് തുടങ്ങി നിങ്ങൾക്ക് 1000 രൂപ വരെ, 1000 രൂപ അതിന് മേളിലോ അങ്ങോട്ട് എത്ര വേണോ കഴിക്കാം. 50 രൂപ തൊട്ടൊക്കെ ഉള്ള സ്റ്റാർട്ടിങ്. പിന്നെ നമ്മുടെ നാട്ടിലെ 1000 രൂപ 1500 രൂപയൊക്കെ പറയുന്ന ആക്ഷൻ ഫിഗറും സംഭവങ്ങളൊക്കെ ഇവിടെ 500 രൂപ 550 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. ഇവിടെ ചോളം ചുടണ ഇടാ അത്.
അതാണ് ആക്ച്വലി ചോളം പൊള്ളിച്ചത്. അല്ല, ഇവിടെ എന്തോ സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അപ്പുറ സൈഡിൽ നിന്ന് തീ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു ചോളം പൊള്ളിച്ചത് വാങ്ങിച്ചിട്ട്, ഇത് വേറെ ഒന്നുമില്ല, ചോളം ആ തീയിൽ വെച്ച് ചുട്ടെടുക്കുന്നു. പിന്നെ അതിൻ്റെ പുറത്ത് എന്തോ മസാലയും നാരങ്ങ എന്തോ ഉണ്ടെന്നാണ്, അങ്ങനെ എന്തോ ഉണ്ട്. കഴിച്ചതല്ല. നമുക്ക് ടുമ്മുകൾ അമാൽ ഡുമാൽ, നമുക്ക് ടുമ്മുകൾ അമാൽ ഡുമാൽ.